തൃപ്പൂണിത്തുറയിൽ പടക്കശാലയിൽ സ്ഫോടനം. ഉഗ്രസ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായി. അലി അക്ബർ ഷാ. അലി, ആർക്കെങ്കിലും പരിക്കുണ്ടോ? നികേഷ്, അല്പസമയം മുമ്പാണ് തൃപ്പൂണിത്തുറ ചൂരക്കാടുള്ള പടക്ക കടയിൽ തീപിടുത്തമുണ്ടായത്. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഈ 2 പേരെ ഇപ്പോൾ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. തൊട്ടടുത്ത വീടുകൾക്കും ഈ സ്ഫോടനത്തിൽ കേടുപാടുണ്ടായിട്ടുണ്ട്. 300 മീറ്റർ അകലേക്ക് ഈ കടയിലെ സാധന സാമഗ്രികൾ തെറിച്ചുപോയ നിലയിൽ ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കാരണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഈ പരിക്കേറ്റ 2 കടയിലെ ജീവനക്കാരാണോ, ഈ കട പുറത്തുനിന്നും എത്തിയവരാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീ അണയ്ക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് നികേഷ്. ഓക്കെ, വലിയ പൊട്ടിത്തെറി കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആർക്കൊക്കെയാണ് പരിക്ക്, എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? എത്രത്തോളം പ്രാഥമികമായി പോലീസിന് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുണ്ട്? നികേഷ്, 2 പേർക്കാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അപകടത്തിന്റെ വ്യാപ്തി, പൊട്ടിത്തെറിയുടെ വ്യാപ്തി ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഇനിയും അപകടം കൂടിയേക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തൊട്ടടുത്ത വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ സുരക്ഷാ സംഘം സേന അങ്ങോട്ട് എത്താനുള്ള സാധ്യതയും ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും പോലീസുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഈ 2 പേർക്കും ഗുരുതരമായ നിലയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും. അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരും. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നികേഷ്. പടക്കശാലയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. അലി അക്ബർ ഷാ ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായി. തൃപ്പൂണിത്തുറ പോലെ വലിയ ജനവാസ മേഖലയിൽ വലിയ പടക്കശാല എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. സ്വാഭാവികമായിട്ടും അവിടെ സ്ഫോടനം ഉണ്ടാകുമ്പോൾ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റും. എവിടെയാണ് ഈ പടക്കശാല, അലി? നികേഷ്, ചൂരക്കാട് ഭാഗത്താണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്ന പടക്കശാല. തൃപ്പൂണിത്തുറ ചൂരക്കാട് ഭാഗത്താണ്. ഇവിടെ ഒരു 11 മണിയോട് കൂടിയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. എന്താണ് സംഭവിച്ചതെന്ന്, എന്താണ് കാരണം എന്നത് വ്യക്തമല്ല. എന്തായാലും ഇത്രയും വലിയ ഒരു അപകടത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. കാരണം ഈ വലിയ വിള്ളലുകൾ അടക്കം വീഴുന്ന നിലയിലേക്ക് തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും വിവരമുണ്ട്. ഈ പൊട്ടിത്തെറി ഉണ്ടായ പടക്കശാലയ്ക്ക് അകത്ത് ഇനി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യവും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ 2 ആളെയാണ് ആദ്യം പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ 2 പേരെയും എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസുകൾ എത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘമുള്ളത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഏകദേശം 10-12 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഈ പൊട്ടിത്തെറി ഉണ്ടായിട്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നികേഷ്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഈ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ, ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്ന 2 പേരുടെ ആരോഗ്യനിലയും അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് നികേഷ്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് നമുക്ക് നേരത്തെ അലി അക്ബർ ഷാ നൽകിയിട്ടുള്ള വിശദീകരണം. ഇക്കാര്യത്തിൽ പൂർണ്ണമായും പോലീസിന്, അഗ്നിശമന സേനയ്ക്ക് അവിടെ എത്തിച്ചേരാനും നിയന്ത്രണം ഏറ്റെടുക്കാനും സാധിച്ചു കഴിഞ്ഞോ? അപകടമുണ്ടായ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫയർഫോഴ്സ് സംഘം എത്തി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു പൊട്ടിത്തെറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമാണ് പ്രധാനമായും അവശേഷിക്കുന്നത്. അതുപോലെ ഈ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 300 മീറ്റർ അകലേക്ക് വരെ ഈ പൊട്ടിത്തെറിയുടെ വ്യാപ്തി എത്തിയിട്ടുണ്ട്. ഈ പൊട്ടിത്തെറിയിൽ ഈ കടയുടെ അവശിഷ്ടങ്ങൾ അടക്കം ഈ അപകട സ്ഥലത്ത് നിന്ന് 300 മീറ്റർ അകലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. അത്രയും വ്യാപ്തിയുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, പരിക്കേറ്റ് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പൊള്ളലേറ്റ ആളുകൾ ഈ കടയ്ക്കകത്തുണ്ടോ, അതിന് പരിസര പ്രദേശങ്ങളിൽ പൊള്ളലേറ്റ ആളുകൾ കിടക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.